ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പച്ചക്കറി വിളവെടുപ്പ് കാണാവേ. കൊണ്ടോ വഴുതിനയൊക്കെ ഉണ്ട്. വഴുതിനയൊക്കെ പെറ്റിസൈഡ് അടിച്ചടിച്ച് കേടൊക്കെ എല്ലാം മാറി നല്ല വിളവ് കിട്ടാൻ തുടങ്ങി. പല സൈസ് വഴുതിനയുണ്ട്. വെള്ള വഴുതിന, വയലറ്റ് വഴുതിന. വിളവെടുത്ത് മാത്രമല്ല, ഞങ്ങൾ വളമിട്ടു. ആദ്യം മഴ പെയ്തപ്പോൾ, നല്ല മഴ പെയ്തപ്പോൾ വളമിട്ടു. വളമിട്ട ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. ചാണകപ്പൊടി ചാണകപ്പൊടി മേടിച്ചു, ഉണങ്ങിയ ചാണകപ്പൊടി. എന്നിട്ട് എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഇട്ടു. ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഇട്ടു. അങ്ങനെ വളമിട്ടു. കണ്ടോ, ഈ വഴുതനങ്ങ കണ്ട നല്ല ഭംഗിയല്ലേ. വയലറ്റ് വഴുതനങ്ങ, സാമ്പാർ വഴുതന, വെള്ള വഴുതന, എല്ലാ വഴുതനങ്ങയുണ്ട്. കണ്ടോ, രണ്ടെണ്ണമൊക്കെ കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. അതുമാത്രമല്ല കൂട്ടുകാരെ, ഞങ്ങളുടെ ഒരു വെള്ളരിക്കയില്ലേ, തനിയെ അരി വീണ് മുളച്ച് നല്ലൊരു മുഴുത്ത വെള്ളരിക്ക ഉണ്ടായി. അതും കാണിക്കാവേ. കണ്ടോ, എല്ലാത്തിനും കേട് മാറി. വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം തളിച്ചപ്പോൾ വിഷമിന സ്പ്രേ ചെയ്തു. കണ്ടോ, നല്ലപോലെ കേടൊക്കെ മാറി. പുതിയ ഇലകളൊക്കെ വന്നു. നല്ല വളവും ചെയ്തു. എന്നും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കും. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കും. ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. എല്ലാ വളമോടെ കൂട്ടി മിക്സ് ചെയ്തിട്ടു. വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി പിന്നെ ചാണകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. ചാണകപ്പൊടി പുതിയത് മേടിച്ചേ, ഉണങ്ങിയത്. കണ്ടോ, ഒരില നേരത്തെ ഇലയെല്ലാം ഹോള് വീഴുമായിരുന്നു. ഇപ്പോൾ ആ ഇലയെല്ലാം മാറിപ്പോയി. മുരിങ്ങ നട്ടിട്ടുണ്ട്. ചെടി മുരിങ്ങയെല്ലാം പ്രൂണിങ് ചെയ്ത് വിട്ടേക്കുക. അപ്പോളില്ലേ, നിറയെ ശിഖരങ്ങൾ പൊട്ടി. ഇതാണ് വെള്ളരിക്ക. കണ്ട, നല്ല മുഴുത്ത വെള്ളരിക്ക കിട്ടി. സാമ്പാർ വെക്കാം, പച്ചടി വെക്കാം, കിച്ചടി വെക്കാം. തേങ്ങ അരച്ച് കറി വെക്കാം, പുളിയിട്ട് തക്കാളിയൊക്കെ ഇട്ട്. ഇത്ര മുഴുത്ത് കിട്ടുമെന്ന് ഞങ്ങൾ ഓർത്തില്ല കേട്ടോ. തനിയെ ഇങ്ങനെയോ വിത്ത് വീണു, അരി വീണ് മുളച്ച് ഉണ്ടായതാണ്. ഇവിടെ ഒരു മാവ് നട്ടിട്ടുണ്ട്. മാവിൻ്റെ കുഴിയിലാണ് ഉണ്ടായത്. കണ്ടോ, വെള്ളരിക്ക കിടക്കുന്ന കണ്ടോ. ഒത്തിരി പഴുക്കായി ഇടണ്ടാണ്. പഴുക്കായിട്ടെങ്കിൽ ഈ മണ്ണിനോട് ചേർന്നല്ല കിടക്കുന്നത്. ചിലപ്പോൾ അഴുകി പോകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ മൂത്ത് വിളഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പം പൊട്ടാനും സാധ്യതയുണ്ട്. ഞങ്ങളുടെ ഇച്ചിരി പൊട്ടാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ വര പോലെ കീറി നല്ലപോലെ മൂത്ത് വിളഞ്ഞ് പഴുത്തു. നല്ല മുഴുപ്പല്ലേ കൂട്ടുകാരെ. തനിയെ ഉണ്ടായി, തനിയെ നല്ല വിത്ത് ഫലം കിട്ടിയപ്പോൾ നല്ല സന്തോഷം. അങ്ങനെ അധികം കേടൊന്നുമില്ല കേട്ടോ. ഇത് വേറെ ഒരു വെള്ള വഴുതന, നീളമുള്ള വെള്ള വഴുതന. അടുത്ത വീട്ടിലെ ഒരു ചേച്ചി തന്ന. വേറെ പൂ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് വെള്ളരിയയിൽ. അപ്പോൾ ഉണ്ടാകുമായിരിക്കും ഇനി. നല്ല മുഴുപ്പല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. അത് ഈ മാവും ചോട്ടിലാണ് ഉണ്ടായി വന്നത്. തനിയെ മുളച്ച് വന്നപ്പോൾ ഞങ്ങൾ കളയാതെ നിർത്തി. ഈ കൂമ്പ് ഞുള്ളി വിട്ടു. അപ്പോൾ നല്ല ശീലങ്ങൾ പിന്നെയും പൊട്ടിത്തളുത്തു വള്ളിയെ. അങ്ങനെ അതും വിളവെടുത്തു.
ഇങ്ങനെ പച്ചക്കറിയൊക്കെ വിളവെടുത്തു. നല്ലൊരു സാമ്പാറിനുള്ള കുറേ കഷ്ണങ്ങളായി. ഞങ്ങൾ വെള്ളരിയിലയും മത്തയിലയും ചുരക്കയിലയും എല്ലാം കറി വെക്കും അതിൻ്റെ കൂമ്പെടുത്ത്. അപ്പോൾ എന്നും നോക്കും നല്ല എലി കടിച്ചോ എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ എന്നും നടന്ന് നോക്കും. കണ്ടോ പച്ചക്കറി എങ്ങനെ നട്ടപ്പം വെള്ളരിക്ക വെറുതെ തനിയും ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ വെള്ളരിക്കയും കിട്ടി. ഇനി ഒരു കുമ്പളങ്ങ ഇങ്ങനെ തന്നെ വിത്ത് വീണുകൊണ്ടായിട്ടുണ്ട്. അത് പിന്നെ വീഡിയോ ഇടാം. അതിൻ്റെ വിളവെടുക്കുമ്പോൾ ഇടാം. ഇവിടെ മാവിൻ്റെ ഇട്ട് കൊടുത്ത വളം എല്ലാവരും വലിച്ചെടുത്ത് നല്ലപോലെ വളർന്നു. മാവിൻ്റെ ചൂട്ടിലാണ് ഉണ്ടായത്. പച്ചയായിട്ട് ഇരുന്നപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇച്ചിരൂടെ പഴുക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ പഴുത്തപ്പോൾ ഇച്ചിരൂടെ കളറ് വരട്ടെ എന്ന് ഓർത്ത് ഇരുന്നു. അപ്പോൾ കളർ വന്നപ്പോൾ എടുത്തു. ഇതാണ് പച്ചക്കറി. കണ്ടോ വഴുതന പല സൈസ് 4 സൈസ് വഴുതനങ്ങ കണ്ടോ. ഈ വഴുതനങ്ങ കണ്ടിട്ടുണ്ടോ? വെള്ളയുണ്ട്, വയലറ്റ് ഉണ്ട്. കണ്ടോ ഇത് സാമ്പാർ വഴുതനങ്ങ. ഇങ്ങനെ എല്ലാ വഴുതനങ്ങയുണ്ട്. ഇവിടെ ഈ വഴുതനങ്ങ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലെ പച്ചക്കറി കിട്ടി. വെണ്ടയ്ക്ക, കൊമ്പൻ വെണ്ടയ്ക്ക എല്ലായിടും ഒരു സാമ്പാർ വെക്കാം. കണ്ടോ ചുവപ്പ് കളർ വെണ്ടയ്ക്ക. ഇതുണ്ടോ വെള്ളരിക്ക മുറിച്ചപ്പോൾ ഇതുപോലെയുണ്ട്. നല്ല ദശയാണ്. കുരു കുറച്ചേ ഉള്ളൂ. ഈ വഴുതനയ്ക്ക് കേട് വരുവേ. അപ്പോൾ ആ കേട് വരുമ്പോൾ ഇല്ലേ നമ്മൾ ആ പുഴുവൊക്കെ ഉള്ള എടുത്ത് അന്നേരം ദൂരെ കളയണം, കൊന്ന് കളയണം. ബിവേറിയ ഇല്ലേ അത് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് ഇതിൻ്റെ ചോട്ടി ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ പുഴുവിൻ്റെ മുട്ടയിട്ടൊക്കെ ചത്തുപൊക്കോളും. ബിവേറിയ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് രൂപത്തിലുള്ളത് മേടിക്കാൻ കിട്ടും. ഞങ്ങളങ്ങനെ ഒഴിച്ചോ. ബിവേറിയലെന്ന് പറയും. ബിവേറിയ ആ ബിവേറിയ നല്ലതാണ്. അപ്പം പുഴുവൊക്കെ ചത്തുപൊക്കോളും. ഒരു ലിറ്റർ വെള്ളത്തിൽ 2.5 മില്ലി എടുത്തിട്ട് കലക്കി ചോട്ടിലൊഴിച്ചാലും മതി. അതിൻ്റെ ലിക്വിഡാണ് ഞങ്ങൾ മേടിച്ചത്. അതപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി. വേറെ 2 സൈസിലുണ്ട്. പൊടിയുണ്ട്, ലിക്വിഡ് രൂപത്തിലുള്ളതുണ്ട്. പിന്നെ വഴുതനയുടെ എല്ലാം കേട് മാറി ഇപ്പം വഴുതനങ്ങ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളരിയും വിളവെടുത്തു. അപ്പം വഴുതന, വെള്ളരി, വെണ്ടയ്ക്ക എല്ലാം ആയി. ഇതാണ് വളം എല്ലാവരും മിക്സ് ചെയ്ത് ചാണകപ്പൊടി മേടിച്ചു. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാം.